കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ, അതിൻ്റെ കൂടെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി നല്ല ഒരു ഗോൾഡ് ബ്രൗൺ കളറിൽ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നന്നായിട്ട് അരച്ച്, അത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം മതി. മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് നന്നായിട്ട് അരപ്പ് ആദ്യം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം മീനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി കപ്പ അരിഞ്ഞ് വേവിച്ചെടുക്കുക. പാവയ്ക്ക തോരൻ വെക്കുമ്പം നല്ല കയ്പ്പായിരിക്കും. അപ്പം അതിൻ്റെ കൂടെ ഈ ക്യാരറ്റ്, സവാളയും കൂടെ അരിഞ്ഞിടണം. അത് അന്നേരം കയ്പ്പറിയത്തില്ല. എന്നിട്ട് ശകലം മഞ്ഞൾപ്പൊടി മാത്രം ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങായും കൂടെ ഇടുക. അല്ല, മുളക് പൊടി ഒന്നും ഇടണ്ട. അന്നേരം കയ്പ്പേ ഇല്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ക്യാരറ്റിൻ്റെ ഒരു മധുരവും കൂടെ അതിനകത്ത് വരും. ചോറ് വിളമ്പുമ്പം എല്ലാവരും പറയും ആദ്യം കറി വേണം വിളമ്പാൻ, കറി വിളമ്പിയതിന് ശേഷമേ ചോറ് വിളമ്പാവുന്നു. പക്ഷെ ഞാനതങ്ങ് മറന്നു പോകും. ചോറും കപ്പയും മീൻകറിയും, മീൻ ഫ്രൈ, തോരൻ, ഈ മീൻകറിയും ചിലർ മീൻകറിയും കപ്പയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും, മോര് കറിയും കൂടെ ഒഴിച്ച്. നല്ല ടേസ്റ്റാണ്.